बोल सद्गुरुनाथ महाराज की जय. നാലാമത്തെ സ്കന്ധം 4 പുരുഷാർത്ഥങ്ങൾക്കുള്ള സ്കന്ധമാണ്. പുരുഷാർത്ഥം പറയുന്നത് 4 ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിന് ധർമ്മത്തിന് വേണ്ടി ഉപദേശിച്ചതാണ് ദക്ഷയാഗം. അർത്ഥത്തിന് ധ്രുവചരിത്രം, കാമങ്ങൾക്ക് പൃഥുചരിത്രം, മോക്ഷത്തിന് പ്രജനോപാഖ്യാനം. ധർമ്മം ചെയ്യുമ്പോൾ 7 ശുദ്ധിയോട് ചെയ്യണം. അപ്പോൾ ഈ ധർമ്മം അതിൻ്റെ ഫലം തരുള്ളൂ. ദേശകാലസ്തഥാ മന്ത്ര ശരീരഞ്ച മനസ്തഥ ദ്രവ്യഞ്ച ഇന്ദ്രിയഞ്ചൈവ സപ്തശുദ്ധി പ്രകീർത്തിത. 7 ശുദ്ധിയോട് ചെയ്യുമ്പോൾ ധർമ്മത്തിൻ്റെ ഫലം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് 7 അധ്യായങ്ങളിൽ ദക്ഷയാഗവും. ആദ്യം ദേശശുദ്ധി. നല്ല ഇതുപോലെ ഭാരതദേശത്തിൽ സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ഫലമാണ്. ഇപ്പോൾ അമേരിക്കയിൽ പോയി ഞാൻ ചെയ്യുന്നു പറഞ്ഞാൽ കുഴപ്പമില്ല, അത്രയും പറയാൻ പറ്റുള്ളൂ. അവിടെ പോയി യജ്ഞയാഗാദികൾ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ നാമജപം എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, നാമജപം. പക്ഷേ യാഗാദി കർമ്മങ്ങൾ അവിടെ ചെയ്യാൻ പറ്റില്ല. യസ്മിൻ ദേശേ മൃഗകൃഷ്ണ തസ്മിൻ യാഗോ വിധീയത്തെ എന്നാണ് പ്രമാണം. എവിടെയാണ് കൃഷ്ണമൃഗം? കൃഷ്ണമൃഗം പറഞ്ഞാൽ മാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള മാണ് പോലെ അവിടെ ഒന്നും മാണ് ഇല്ല. ഇവിടെ കിട്ടുന്നത് പോലെ മാന്തോൾ അവിടെ ഒന്നും കിട്ടില്ല. ഈ പുള്ളി വെച്ച മാനിൻ്റെ അവിടെ ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നാമജപം എവിടെ വേണമെങ്കിലും ആവാം. അതുകൊണ്ട് ആദ്യം ദേശശുദ്ധി, പിന്നെ കാലശുദ്ധി. എനിക്ക് ഉറക്കം വന്നില്ല പറഞ്ഞ് ഞാൻ 2 മണിക്ക് എഴുന്നേറ്റ് സന്ധ്യാനം ചെയ്യാൻ പറ്റില്ല. നാമജപം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. ദേശകാലം തഥാ മന്ത്രം, മന്ത്രശുദ്ധി. ഒരു ഗുരുനാഥനിൽ നിന്നും ഉപദേശം മേടിച്ചിട്ട് വരും മന്ത്രം പഠിക്കാം. ഇപ്പോൾ എല്ലാം യൂട്യൂബിൽ നോക്കിയാൽ എല്ലാ ഗുരുനാഥന്മാരും യൂട്യൂബിലാണ് ഉപദേശം. അത് നാമജപം യൂട്യൂബിലാവാം. മന്ത്രങ്ങളൊക്കെ ആവണമെങ്കിൽ അത് ഒരു ഗുരുനാഥൻ്റെ അടുത്തിരുന്നിട്ട് വരും. പിന്നെ ശരീരശുദ്ധി, മനഃശുദ്ധി, ദ്രവ്യശുദ്ധി, ഇന്ദ്രിയശുദ്ധി, അങ്ങനെ 7 ശുദ്ധിയോട് കർമ്മങ്ങൾ ചെയ്താലേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ദക്ഷയാഗം 7 അധ്യായത്തിലും. പിന്നെ 5 പേരുടെ ആശീർവാദം ഉണ്ടെങ്കിലേ പണം കിട്ടുള്ളൂ. അതിനുവേണ്ടിയാണ് 5 അധ്യായത്തിൽ ധ്രുവചരിത്രം. ആദ്യം അച്ഛനമ്മമാരുടെ അനുഗ്രഹം. മാതാപിത്രോർ ഗുരുണാഞ്ച അനുഗ്രഹമുഖാൽ ലഭേത് ഉദ്യോഗാച്ച വിധേശ്ചൈവ. അച്ഛനമ്മമാരുടെ അനുഗ്രഹം. അച്ഛനമ്മമാരെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ചാൽ അവർക്ക് നമുക്ക് സ്വത്ത് എഴുതിത്തരും. ഇല്ലെങ്കിൽ കൊണ്ട് നാരായണാനന്ദർ കൊടുത്താൽ നന്നായി. അങ്ങനെ അച്ഛനമ്മമാരുടെ അനുഗ്രഹം. പിന്നെ ഗുരുനാഥൻ്റെ അനുഗ്രഹം. ഗുരുനാഥൻ വിചാരിച്ചാൽ തലയെഴുത്ത് മാറ്റിത്തരും. ആദിശങ്കരാചാര്യൻ ഭിക്ഷയ്ക്ക് ചെന്നപ്പോൾ അവിടെ ആ അമ്മയ്ക്ക് ഭാഗ്യവും കിട്ടി, ദുർഭാഗ്യവും കിട്ടി. ആദിശങ്കരാചാര്യൻ ഭിക്ഷയ്ക്ക് വരുന്നത് ഭാഗ്യം, കൊടുക്കാൻ ഒന്നുമില്ല, അതായത് ദുർഭാഗ്യം. ആ അമ്മയുടെ വിഷമം കണ്ടപ്പോൾ ശങ്കരാചാര്യൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഭക്ഷണം കിട്ടി, എന്തെങ്കിലും ഉപ്പിലിട്ടത് കിട്ടിയാൽ മതി പറഞ്ഞപ്പോഴാണ് ഉപ്പിലിട്ട ഒരു നെല്ലിക്ക ഇട്ടു. അപ്പോഴാണ് ഗുരുനാഥൻ ഒരു കടാക്ഷം കൊണ്ട് തന്നെ സുവർണ്ണ നെല്ലിക്ക അവിടെ മഴയായിട്ട് പെയ്യിച്ചു. പക്ഷേ തൻ്റെ കടാക്ഷം വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു ശ്ലോകം കൂടി ചെയ്തു. കനകധാരാസ്തുതി. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുലാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീലാ മാംഗല്യദാസ്തു മമ മംഗളദേവതായാഃ ദദ്യാദ്ദയാനുപവനോ ദ്രവിണാംബുധാരാം അസ്മിന്ന കിഞ്ചന വിഹംഗശിശൗ വിഷണ്ണേ ദുഷ്കർമ്മഘർമ്മമപനീയ ചിരായ ദൂരം നാരായണ പ്രണയിനീ നയനാംബുവാഹകാ.
ആദിശങ്കരാചാര്യൻ മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ചു, ഇവരുടെ ദാരിദ്ര്യം ഒന്ന് മാറ്റിത്തരണം. അവർക്ക് അവർ കർമ്മം നിറച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ദാരിദ്ര്യം. അപ്പോൾ ആദിശങ്കരാചാര്യൻ പറഞ്ഞു, എനിക്കിപ്പോൾ നെല്ലിക്ക കൊടുത്തല്ലേ, അതിൻ്റെ ഫലം ആദ്യം കൊടുത്തോളൂ, പിന്നെ അത് ചെയ്യാം. അതിൻ്റെ ഫലം പറഞ്ഞപ്പോൾ സുവർണ്ണ നെല്ലിക്ക കിട്ടി. ഗുരുനാഥൻ്റെ അനുഗ്രഹം. അതേപോലെ പല മഹാത്മാക്കൾ ചെയ്തിട്ടുണ്ട്. വേദാന്ത ദേശികൻ സ്ത്രീസ്തുതി ഒരു അമ്മയുടെ മഹാലക്ഷ്മി സ്തുതി ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ദാരിദ്ര്യമുള്ള ബ്രാഹ്മണർക്ക് വേണ്ടി ഈ ആദിശങ്കരാചാര്യൻ സ്വന്തം വീട്ടിൽ ജപിക്കാമായിരുന്നു കനകധാരാസ്തുതി. അടുത്തവരുടെ വീട്ടിൽ പോയി ജപിച്ചു. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ പണം ഉണ്ടാവാൻ വേണ്ടിയാണ് അംഗം കരയെ പുളക ഘോഷണ മാസം ഇത് ജപിക്കാറുള്ളൂ. ഇതാണ് മഹാത്മാക്കൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, അടുത്തവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുന്നതാണ് മഹാത്മാക്കളുടെ സ്വഭാവം. അങ്ങനെ മാതാപിത്രോഹോ ഗുരുണാഞ്ച്. പിന്നെ ഉദ്യോഗം വെച്ചാൽ മുയർച്ചി. നമ്മൾ പണിയെടുക്കണം, പണിയെടുത്താലേ നമുക്ക് പണം കിട്ടുള്ളൂ. ഉദ്യോഗഖലു കർത്തവ്യ ഫലം മാർജാരവത് ഭവേത്. പണിയെടുത്താൽ മതി, ഫലം പൂച്ചയ്ക്ക് കിട്ടുന്നത് പോലെ കിട്ടും. ഈ പൂച്ച ഒരു പശു വളർത്താറില്ല, പക്ഷേ ഈ പൂച്ച ഓരോ ദിവസം ഓരോ വീട്ടിൽ ചെല്ലുന്നു, അവിടെ പാലുണ്ടെങ്കിൽ നോക്കി തട്ടി. ഉദ്യോഗഖലു കർത്തവ്യ ഫലം മാർജാരവത് ഭവേത് ജന്മപ്രഭൃതി ഗൗർനാസ്തി പയപ്പിപതി നിത്യശഃ. ഈ പൂച്ച ഒന്നും മാട് വെച്ച് വളർത്തുന്നില്ല, പക്ഷേ എല്ലാ ദിവസവും പാല് കുടിക്കുന്നുണ്ട്. മാട് വെച്ച് വയ്ക്കുന്ന ആളുകൾ പോലെ എപ്പോഴും കിട്ടാറില്ല. എന്താ കാരണം? ഈ പൂച്ച ഇങ്ങനെ പണിയെടുത്ത് അവിടെ പോയി നടക്കുന്നു. അപ്പോൾ ഉദ്യോഗം നമ്മൾ പ്രയത്നം ചെയ്താൽ ഫലം കിട്ടും, പൂച്ചയ്ക്ക് കിട്ടുന്നത് പോലെ. പിന്നെ തലയെഴുത്ത് കൂടി വേണം, കിട്ടിയ പണം അനുഭവിക്കേണ്ടേ. ഒരു മിഠായി വ്യാപാരി കയ്യിൽ മിഠായി എടുത്ത് മിഠായിന് വിറ്റുകൊണ്ട് നടക്കുന്നു. അപ്പോൾ പാർവതി പരമേശ്വരൻ നോക്കി, ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നുണ്ടല്ലോ, ഇയാൾക്ക് കുറച്ച് പണം കൊടുത്തേക്കാം. മഹാദേവനോട് പാർവതി പറഞ്ഞു, അല്ലെ ഇയാൾക്ക് അനുഭവിക്കാനുള്ള യോഗ്യതയില്ല, അല്ലെ എനിക്കൊണ്ട് ചെയ്യുന്ന ആഗ്രഹം ചെയ്തോളൂ. ഒരു സുവർണ്ണക്കാസുള്ള കിഴി ഈ മിഠായി വ്യാപാരി വരുന്ന വഴിയിൽ വെച്ചു പാർവതി ദേവി. മിഠായി വിറ്റ് വരുന്ന വ്യാപാരി വിചാരിച്ചു, ഇപ്പോൾ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നോക്കി നടക്കുന്നുണ്ട്, പിന്നെ കണ്ണ് കാഴ്ച പ്രായമാകുമ്പോൾ കണ്ണ് കാഴ്ച ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് മിഠായി വ്യാപാരം ചെയ്യണ്ടേ. അപ്പോൾ കണ്ണടച്ച് കൊണ്ട് നടന്ന് നോക്കാൻ വിചാരിച്ച് കണ്ണടച്ച് മിഠായി പറഞ്ഞ് നടന്നു. പിന്നെ ഈ സുവർണ്ണക്കിഴി കടന്ന് അപ്പുറം ചെന്നപ്പോൾ കണ്ണ് കാഴ്ചയില്ലെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു പോയി. മുമ്പിൽ സുവർണ്ണക്കിഴി വച്ചിട്ടും അത് എടുക്കാൻ യോഗ്യതയില്ല, അതിൻ്റെ ഭാഗ്യമില്ല. അപ്പോൾ വിധിയും കൂടി വേണം. ഉദ്യോഗാച്ച വിധേശ്ചൈവ ദൈവാനുഗ്രഹതസ്യം. അപ്പോൾ അതുകൊണ്ടാണ് 5 അധ്യായത്തിൽ ഈ ധ്രുവചരിത്രം. മാത്രമല്ല 5 വയസ്സ് പ്രായമുള്ള ഉണ്ണിയുടെ കഥ. കിട്ടിയ പണം 5ആയിട്ട് വീതിച്ചാലേ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ധർമായ യശസേ അർത്ഥായ കാമായ സ്വജനായ ച വാമനാവതാരത്തിൽ പറയുന്നുണ്ട് ശുക്രാചാര്യൻ. അതുകൊണ്ടാണ് 5 അധ്യായത്തിൽ അർത്ഥപ്രകരണം. പിന്നെ കൂടുതൽ ഫലശ്രുതി പറഞ്ഞ ഉപാഖ്യാനമാണ് പൃഥുചരിത്രം. നിറച്ചും ഫലശ്രുതി പറയുന്നുണ്ട്. ഇപ്പോൾ കാമങ്ങൾക്ക് പൃഥുചരിത്രമും അത് 11 അധ്യായങ്ങളാണ്. എന്താ കാരണം? 11 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ കാമങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് 11 അധ്യായത്തിൽ പൃഥുചരിത്രം. അവർ 8 അധ്യായത്തിലാണ് പുറഞ്ചന ഉപാഖ്യാനം. കാരണം മോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ 8 പ്രകൃതി കിടക്കണം. ഭൂമി രാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത. 8 പ്രകൃതി കടന്നാലേ മോക്ഷത്തിലെത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടി 8 അധ്യായം. മൊത്തം 31 അധ്യായമാണ് 4ാമത്തെ സ്കന്ധം. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ ഭഗവാന്റെ ദത്താത്രേയ അവതാരം, അതേപോലെ നരനാരായണ അവതാരങ്ങളൊക്കെ വർണ്ണിക്കുന്നു. സ്വയംഭൂമനുവിൻ്റെ 2ാമത്തെ പെൺകുട്ടി ദേവഭൂതി ചരിത്രമാണ് നമ്മൾ കേട്ടു രാവിലെ. പിന്നെ സ്വയംഭൂമനുവിൻ്റെ മൂത്ത പെൺകുട്ടിയാണ് ആകൂതി. ആ പെൺകുട്ടിയെ രുചി എന്ന പേരുള്ള മഹർഷി വിവാഹം കഴിച്ചു. അവർക്ക് യജ്ഞൻ എന്ന പേരിൽ ഭഗവാൻ അവതാരം ചെയ്തു. പിന്നെ പ്രസൂതി എന്ന പേരുള്ള പെൺകുട്ടിയെ
ദക്ഷൻ വിവാഹം കഴിച്ചു. പ്രസൂതിക്ക് 14 പെൺകുട്ടികളാണ്. അതിൽ 13 പേര് ധർമ്മദേവതയ്ക്ക് കൊടുത്തു. സ്വാഹ എന്ന പേരുള്ള പെൺകുട്ടിയെ അഗ്നി ഭഗവാനുക്കും, സ്വധ എന്ന പേരുള്ള പെൺകുട്ടിയെ പിതൃക്കൾക്കും, സതി എന്ന പേരുള്ള പെൺകുട്ടിയെ മഹാദേവനുക്കും കൊടുത്തു. പിന്നെ ദേവകുതിലെ പെൺകുട്ടിമാരുണ്ടല്ലോ, അതിൽ അണസൂയ എന്ന പേരുള്ള പെൺകുട്ടിയെ അത്രി മഹർഷി വിവാഹം കഴിച്ചു. അത്രി പറഞ്ഞതിൻ്റെ അർത്ഥം ത്രി, കാമം, ക്രോധം, ലോഭം, സത്വം, രജസ്, തമസ്, അല്ലെങ്കിൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇതൊക്കെ ഇല്ലാത്ത ആളാണ്. അദ്ദേഹം ഭാര്യയോട് തപസ് ചെയ്തു. ശരണം തം പ്രപദ്യേഹം ജയേവ ജഗദീശ്വരഃ പ്രജാമാത്മസമാമക്യം പ്രയച്ഛത്വിതി ചിന്തയന്ന്. ശരണം തം പ്രപദ്യേഹം, ജഗദീശ്വരനായ ഭഗവാൻ തനിക്ക് സമമായ ഉണ്ണിയെ തരണേന് പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മ, വിഷ്ണു, ശിവൻ 3 പേര് പ്രത്യക്ഷപ്പെട്ടു. എന്ത് വേണം ചോദിച്ചപ്പോൾ ഞാൻ ബ്രഹ്മാവിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, നിങ്ങൾ കൂടെ 2 പേര് എക്സ്ട്രാ വരാൻ എന്താ കാരണം? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ജഗദീശ്വരൻ നിങ്ങൾ 3 പേര് തന്നെയാണ്. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു രക്ഷിക്കുന്നു, ഞാൻ സംഹാരം ചെയ്യുന്നു. അപ്പം ഞങ്ങളുടെ അംശമായി നിനക്ക് 3 ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ സോമോഭൂത് ബ്രഹ്മണോംശേന ദത്തോ വിഷ്ണോസ്തു യോഗവിത് ദുർവാസാ ശങ്കരസ്യാം സോണിബോധാംഗിരസ പ്രജാഹ. ബ്രഹ്മാവിൻ്റെ അംശമായി സോമനും വിഷ്ണുവിൻ്റെ അംശമായി ദത്തൻ തന്നെ ദാനം ചെയ്തു കൊടുത്തു. ദത്തോ മയാഹമിതിയത് ഭഗവാൻ സ ദത്ത. അത്രിപുത്രനായതുകൊണ്ട് ആത്രേയൻ, അത് കൂട്ടിച്ചേർത്താണ് നമ്മൾ ദത്താത്രേയൻ എന്ന് പറയുന്നു. ശിവൻ്റെ അംശമായി ദുർവാസ മഹർഷിയും അവതരിച്ചു. പിന്നെ 13 പേരെ വിവാഹം കഴിച്ചില്ലേ ധർമ്മദേവത. അതിൽ 13ാമത്തെ പെൺകുട്ടിയായ മൂർത്തി ദേവിക്കും ധർമ്മദേവതയ്ക്കും ഭഗവാൻ നരൻ, നാരായണൻ എന്ന 2 രൂപത്തിൽ അവതാരണം ചെയ്തു. ആ സമയത്ത് സഹസ്രകവചൻ പേരുള്ള അസുരൻ ഉണ്ടായിരുന്നു. രണ്ട് ഭട്ടത്തിരി ഒരു കഥ കൂടി ഇവിടെ പറയുന്നു. ദൈത്യം സഹസ്രകവചം സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈ. സഹസ്രകവചൻ പേരുള്ള ഒരു രാജാവ്, അല്ലെങ്കിൽ ഒരു അസുരൻ 1000 പോർച്ചട്ട എൻ്റെ ശരീരത്തിൽ ഉണ്ടാവണം. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പോലെ. ഒരേ സമയത്ത് യുദ്ധവും തപസ്സും ആരാണ് ചെയ്യുന്നുവോ അങ്ങനെ ഒരു കൊല്ലം ചെയ്യുമ്പോൾ എൻ്റെ ഒരു കവചം പൊട്ടാൻ സാധിക്കണം. അങ്ങനെ 1000 കവചം. അത് പൊട്ടിയാൽ പിന്നെ ഒന്നൊന്ന് വരട്ടെ. ബ്രഹ്മാവ് തഥാസ്തു പറഞ്ഞു. നരൻ നാരായണൻ, നരൻ നാരായണൻ ഇങ്ങനെ തുടങ്ങി. ആദ്യം നരൻ തപസ് യുദ്ധം ചെയ്യും, നാരായണൻ തപസ് ചെയ്യും. ഇങ്ങനെ മാറി മാറി തപസ്. 999 കവചം പൊട്ടിച്ചു. ഒന്ന് ബാക്കി വന്നപ്പോൾ സഹസ്രം പറഞ്ഞു, എനിക്ക് അടുത്ത ജന്മത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാനുള്ള ഭാഗ്യം തരണേ. ശരി പറഞ്ഞു വിട്ടു. അപ്പോൾ ഒരു കവചം ബാക്കി ഉണ്ടായപ്പോൾ ആ സഹസ്ര കവചനാണ് അടുത്ത ജന്മത്തിൽ കർണനായി ജനിക്കുന്നു. അതുകൊണ്ട് ജനിക്കുമ്പോൾ തന്നെ കവചവും കുണ്ടലവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നരൻ്റെ ടേണാണ്, മാറി മാറി ചെയ്തില്ലേ. അപ്പോൾ അർജുനനാണ് വധിക്കേണ്ടത്. പക്ഷേ തപസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവൻ സ്വയം അത് ഇന്ദ്രനക്ക് ദാനമായി കൊടുത്തത് കൊണ്ട് എളുപ്പത്തിൽ ആ കർണനെ വധിച്ചു. ഭാരം വ്യയായ ചഭവ കൃഷ്ണൗ യദു കുരുദ്വഹവും. ആ നരനാരായണന്മാരാണ് അർജുനനായും കൃഷ്ണനായും വന്നു എന്ന കഥയും കൂടി വർണ്ണിക്കുന്നു. പിന്നെ ദക്ഷയാഗം. ഭവേശീലവതാം ശ്രേഷ്ഠേ ദക്ഷോ ദ്വിതൃവത്സലഃ വിദ്വേഷമകരോത് കസ്മാദനാദിത്യാത്മജാം സതീം. എല്ലാവർക്കും വംശപരമ്പര കുട്ടികളുണ്ടായി പറഞ്ഞപ്പോൾ ഈ ദാക്ഷായണിക്ക് മാത്രം കുട്ടി ഉണ്ടായിട്ടില്ല. കാരണം ചെറുപ്പത്തിൽ തന്നെ കന്യകയായിരിക്കുമ്പോൾ തന്നെ ശരീരം ഉപേക്ഷിച്ചു. അതിന് കാരണം അച്ഛനാണ് എന്ന് പറഞ്ഞപ്പോൾ ദക്ഷോ ദുഹിതൃവത്സല. അച്ഛൻ പെൺകുട്ടിയോട് കൂടുതൽ സ്നേഹം കാണിക്കുന്ന ആളല്ലേ ദക്ഷൻ. എന്തുകൊണ്ട് ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നു? അപ്പോൾ കാരണം ഇവിടെ പറഞ്ഞു കൊടുത്തു. പണ്ട് വിശ്വസിക്കുകൾ, പ്രജാപതികൾ എല്ലാവരും ചേർന്ന് ഒരു യാഗം ചെയ്യുന്നു. അങ്ങനെ യാഗം ചെയ്യുമ്പോൾ യാഗസദസ്സിൽ ദക്ഷൻ വരുന്നു. ദക്ഷൻ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. 2 പേർ നമസ്കരിച്ചിട്ടില്ലേ. ഹൃദേ വിരിഞ്ചം സർവഞ്ച തദ്ഭാസാക്ഷിപ്ത ചേതസഹ. ബ്രഹ്മാവും ശിവനും. ബ്രഹ്മാവ് എഴുന്നേറ്റില്ലേ പറഞ്ഞപ്പോൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ലേ, അച്ഛനല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ മരുമകനായ
മഹാദേവൻ എഴുന്നേറ്റില്ലെന്ന് മനസ്സിലാക്കിയ ദക്ഷൻ ഉടനെ സഭയിൽ മഹാദേവനെ കുറ്റം പറഞ്ഞു. പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ സാധൂനാം ബ്രവതോവർത്തം ന അജ്ഞാനാണ്, അജ്ഞാനം കൊണ്ടോ മാത്സര്യം കൊണ്ടോ ഞാൻ പറയുന്നില്ലേ, പക്ഷേ ചില കാര്യപ്പോൾ പറയാൻ പോകുന്നു. ഇവിടെ മുമ്പിലിരിക്കുന്ന ശിവൻ ഉണ്ടല്ലോ, പേര് മാത്രമേ ശിവന് പേരുള്ളൂ, ശരീരമോ ശിവമായ ഒരു സാധനമില്ല. ശിവൻ പറഞ്ഞാൽ മംഗളം, ഒരു മംഗളമായ ഒരു ചന്ദനം, ഒരു കസ്തൂരി തിലകം, ഒരു നല്ല ഭക്ഷണം ഒന്നുമില്ലേ. അശനം ഗരളം ഫണീ കലാപഹ വസനം ചർമ്മ ച വാഹനം മഹോക്ഷ മമ ദാസ്യസി കിം കിമസ്തി ശംഭോ തവ പാദാംബുജ ഭക്തിമേവ ദേഹി. നിന്ദാസ്തുതിയായിട്ട് വർണ്ണിക്കുന്നു ആദി ശങ്കരാചാര്യൻ ശിവാനന്ദ നഗരിൽ. അശനം ഗരളം, മഹാദേവനോട് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ ചോദിച്ചാൽ എന്താ കഴിച്ചോളൂ പറഞ്ഞ് കുറച്ച് കുപ്പിയിൽ വിഷം കൊടുക്കും. അദ്ദേഹം വിഷമല്ലേ, അശനം ഗരളം. എന്തെങ്കിലും ആഭരണം കൊണ്ട് തരുമോ ചോദിച്ചാൽ 2 പാമ്പ് കുട്ടി എടുത്തു തരും. പാമ്പിനാണ് ആഭരണം. വാച്ചിന് പകരം ഒരു പാമ്പ്, മോതിരത്തിന് പകരം പാമ്പ്, സുവർണ്ണ കുണ്ടലത്തിന് പകരം 2 കുട്ടി പാമ്പാണ്, ചെയിന ഒരു പാമ്പ്, ബെൽറ്റ് പാമ്പ്, പിന്നെ പൂണിലും ഒരു പാമ്പ്. പോരാ, കുടുംബ കെട്ടാൻ പോലും റബ്ബർ ബാൻഡില്ല, അവിടെ ഒരു പാമ്പ് വെച്ച് കെട്ടി വെച്ചിരിക്കുന്നു. ഈ മഹാദേവനെ എങ്ങനെ വിവാഹം കഴിച്ചു ഈ സതീദേവി എങ്ങനെയാണ് ചോദിക്കുന്നു ഭക്തന്മാർ. ഇയാൾ എല്ലാം പാമ്പൽ ഉപയോഗിക്കുന്നു. വിവാഹ സമയത്ത് എന്ത് ചെയ്യും? താളി കോർക്കാൻ നമ്മൾ കുട്ടി പാമ്പ് താളി കോർത്ത് കഴുത്തിൽ കെട്ടിയിടും. അത് വേണ്ട അങ്ങനെയൊക്കെ പറയുന്നു. അതായത് അങ്ങനെ പാമ്പ് ഫണീ കലാപഹ വസനം ചർമ്മച, നല്ല വസ്ത്രം പോലുമില്ല, ആണത്തോളും പുളിത്തോളും, പിന്നെ നല്ല ടൊയോട്ട ഇന്നോവ കാറ് കൊണ്ടില്ലേ. കാളയാണ്, മൂത്ത കാളയാണ് വാഹനം. മൂത്ത കാളയെ വാഹനമായി വയ്ക്കാൻ എന്താ കാരണം? പ്രായമായവരല്ലേ കിഴം പറയാറുള്ളൂ. അപ്പോൾ കുറേ കാലമായിട്ട് ഇരിക്കുന്നത് ധർമ്മം, ധർമ്മത്തിൻ്റെ മുകളിലാണ് ശിവൻ സഞ്ചരിക്കുന്നത്. പ്രദോഷകാലത്ത് നന്ദിയുടെ പുറകിൽ നിന്നും മഹാദേവനെ കാണണം എന്നാണ് പറയാറുണ്ട്. എന്താ കാരണം? നന്ദിൻ്റെ കൊമ്പിൻ്റെ ഇടവഴി കൂടി ഭഗവാനെ കാണണം പറഞ്ഞാൽ എന്താ അർത്ഥം? ധർമ്മ വഴിയിൽ ചെന്നാൽ മഹാദേവനെ കാണാൻ സാധിക്കില്ല, അധർമ്മ വഴി ചെന്നാൽ സാധിക്കില്ല. ഇതുകൊണ്ട് മനസ്സിലാക്കാതെ ദക്ഷൻ ശിവനക്ക് നല്ല വാഹനമില്ല, താമസിക്കാൻ വീട് ഇല്ല, ഇങ്ങനെയുള്ള ഒരാൾക്ക് എൻ്റെ പെൺകുട്ടിയെ കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചു നിന്ദ ചെയ്തപ്പോൾ അവിടെ ഇരുന്ന് നന്ദികേശനൊക്കെ കോപമുണ്ടായി. നന്ദികേശൻ ശപിച്ചു, ദക്ഷോ ബസ്തമുഖോ ചിരാത്, ദക്ഷനുക്ക് ആടിൻ്റെ തല വരട്ടേന് ശാപം കൊടുത്തു. ദക്ഷൻ എല്ലാ ദേവന്മാരുടെ ഒപ്പം ശിവനുക്ക് ആവിർഭാഗം ഇല്ലേന് ശാപം കൊടുത്തു. പിന്നെ ശാപകോലാഹലത്തോടെ അവിടെ യാഗം അവസാനിച്ചു. പിന്നെ ലോകത്തിൽ ഒരാണോ യാഗം ചെയ്യാൻ പുറപ്പെട്ടിട്ടില്ല. എന്താ കാരണം? ശിവനുക്ക് ആവിർഭാഗം ഇല്ലേനും ശാപം കൊടുത്തിട്ടുണ്ട്. ശിവനുക്ക് ആവിർഭാഗം ഇല്ലേന്ന് എങ്ങനെ യാഗം ചെയ്യും? അപ്പോൾ ദക്ഷൻ സ്വയം തുടങ്ങി വാജപേയ യാഗം. ആ വാജപേയ യാഗം ചെയ്തവരാണ് വാജപേയി, അടൽ ബിഹാരി വാജ്പേയി ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഒരാൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവില്ല, ഓരോ ആൾ ചെയ്താൽ മതി. അവരുടെ കുടുംബത്തിൽ 7 പേർക്ക് അതിൻ്റെ പുണ്യമുണ്ടാകും, 7 തലമുറയ്ക്ക് അത് ഇടാം. ഇഷ്ട്വാസ വാജപേയേന ബ്രഹ്മിഷ്ടാണഭിഭൂയ ച ബൃഹസ്പതി ശവം നാമ സമാരേഭേ കൃതുത്തമം. എല്ലാ ദേവന്മാർക്കും ക്ഷണക്കത്ത് അയച്ചു. സ്വന്തം മരുമകനായ മഹാദേവർക്ക് ക്ഷണക്കത്ത് അയച്ചിട്ടില്ലേ? കൈലാസം വഴി കൂടി എല്ലാ ദേവന്മാരും പോകുന്നവരൊക്കെ സതീദേവിയെ വിളിച്ചു, അച്ഛൻ്റെ വീട്ടിൽ ഉത്സവം നടക്കുന്നുണ്ടല്ലോ, പോകണ്ടേ? ഉടനെ സതി പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പതുക്കെ പിന്നെ വരാം എന്ന് പറഞ്ഞ് മഹാദേവനോട് തൻ്റെ അഭിപ്രായം അവിടെ പ്രകടിപ്പിക്കുന്നു. ഒരു ഭർത്താവോട് പതിവ്രത എങ്ങനെ സംസാരിക്കണം അതുകൂടി ഇവിടെ ഭാഗവതം നമുക്ക് കാണിച്ചു തന്നു. പ്രജാപതേസ്തേ ശ്വശുരസ്യ സാമ്പ്രതം നിർയാപിതോ യജ്ഞമഹോത്സവ കില വയഞ്ച തത്രാഭിസരാമവാമതേ യദ്യർച്ചിതാമേ വിബുധാ വ്രജന്തി. പ്രജാപതേസ്തേ, എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് ഫംഗ്ഷൻ, എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ഉത്സവം പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് നീ തന്നെ പോയിക്കോളൂ പറയും. അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ വീട്ടിലില്ലേ, പ്രജാപതേസ്തേ ശ്വശുരസ്യ, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭാര്യയായ സതിയുടെ അച്ഛൻ്റെ വീട്ടിലാണ് ഉത്സവം. നിങ്ങളുടെ ശ്വശുരൻ്റെ
വീട്ടിലാണ്. ശ്വശുരസ്യ സാമ്പ്രതം നിർയാപിതോ യജ്ഞമഹോത്സവക്കില്. നമ്മൾ പോകണ്ടേ പറഞ്ഞപ്പോൾ ക്ഷണം കിട്ടാതെ പോകാൻ പാടില്ല. ക്ഷണിക്കാതെ പോയാൽ അത് അവമാനമാണ്. സംഭാവിതസ്യ സ്വജനാത്മരാഭവ യഥാസ സത്യോ മരണായ കൽപ്പത്തെ. അങ്ങനെ പോയാൽ അത് മരണത്തെ തുല്യം എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു, മഹാദേവൻ. ഇപ്പം ക്ഷണിച്ചിട്ടില്ലല്ലോ പറഞ്ഞപ്പോൾ ചില ദിക്കിൽ ക്ഷണിക്കാതെ പോവാം. അനാഹുതാപ്യഭിയന്തി സൗഹൃദം ഭർത്തുർഗുരോ ദേഹകൃതശ്ചേതനം. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഭാര്യയെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഗുരുനാഥൻ്റെ വീട്ടിലേക്ക് ശിഷ്യന്മാർ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നാരായണത്തിൽ സപ്താഹം പറഞ്ഞാൽ പിന്നെ സ്വാമിജി വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ട് എല്ലാവരും പുറത്ത് വിടാറാം, വിളിക്കാതെ പോവാം. ദേഹകൃതശ്ച അച്ഛൻ്റെ വീട്ടിലേക്ക് പുത്രന്മാരെ വിളിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് നേരിട്ട് വരാം. ഭർത്തുർ ഗുരോർ ദേഹകൃതശ്ച കേതനം. പിന്നെ കഥം സുതായാഹ പിതൃഗേഹകേതകം. എല്ലാ സ്ത്രീകൾക്കും സ്വന്തം അച്ഛൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ താല്പര്യം കൂടുതലുണ്ടാകും. ഇപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ ചെറിയ ഫംഗ്ഷൻ ആയാലും ഒരു 4 ദിവസം മുമ്പ് തന്നെ ലീവ് എടുത്ത് അങ്ങോട്ട് പോകും. പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ അച്ഛനക്ക് ഷഷ്ടി പൂർത്തിയായാൽ അങ്ങനെ 4 ദിവസം ലീവ് എടുക്കാറില്ല. തലേ ദിവസം വരും, ഷഷ്ടി പൂർത്തി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് വരും. ചോദിച്ചാൽ കുട്ടികൾക്ക് പരീക്ഷയാണ്, എന്താണത്, അവധി ഒന്നും കിട്ടിയിട്ടില്ലേ എന്നൊക്കെ പറയും. അങ്ങനെ ജനിച്ച വീട്ടിൽ ഒരു കൂടുതൽ താല്പര്യം സ്ത്രീകൾക്ക് ഉണ്ടാവും. ഭർത്താവ് കൊടുക്കുന്ന ശമ്പളം, ആ പൈസയിൽ കുറച്ച് പൈസ മിച്ചം വെച്ച് അത് കൊണ്ടുപോകും. ജനിച്ച വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പോയിട്ട് അവിടെ നല്ല പട്ടുസാരി മേടിച്ചിട്ട് ഇവിടെ വന്ന് പറയും, ഞങ്ങളുടെ വീട്ടിൽ കൊടുത്ത പട്ടുസാരിയല്ല, പൈസ എങ്കിട്ടാണ് പോയി, ഇവിടെ എന്താ കൊണ്ടുപോയത്. അങ്ങനെ സ്ത്രീകൾക്ക് ഒരു ജനിച്ച വീട്ടിലൊരു പ്രേമമുണ്ട് എന്നാണ് ഞാൻ പറയില്ലേ, ഭാഗവത്തിൽ പറഞ്ഞതാണ്. കഥം സുതായാ പിതൃഗേഹ കൗതുകം. അപ്പം മഹാദേവൻ പറഞ്ഞു, ത്വയോദിതം ശോഭനമേവ ശോഭനേ അനാഹുത അപ്യഭിയന്തി ബന്ധുഷു തേ യദ്യനുത്പാദിത ദോഷദൃഷ്ടയഃ ബലീയസാനാത്മ്യമതേന മന്യുന. നീ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ വിളിക്കാൻ മറന്നുപോയാൽ നമുക്ക് നേരിട്ട് പോകാമായിരുന്നു. എന്നെ വിളിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ ദേഷ്യപ്പെട്ട് ചുണ്ട എടുത്ത് കുറച്ച് ശർക്കര വായിലെടുത്തിട്ട് ചന്ദനവും സ്വീകരിച്ച് പോയിട്ട് വരാം. ഞാൻ പോയാൽ നിൻ്റെ അച്ഛനൊക്കെ ഇഷ്ടാവില്ല. കാരണം നിൻ്റെ അച്ഛനുള്ള പട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്നു, ഞാൻ ആണത്തോളും പുളിത്തോളും. നിൻ്റെ അച്ഛൻ നല്ല പാൻസ് ബോർഡ് അടിച്ചിരിക്കുന്നു, ഞാൻ ചുടല ഭസ്മമാണ്. നിൻ്റെ അച്ഛൻ നല്ല ആഭരണം ധരിച്ചിട്ടുണ്ട്, ഞാൻ എലുമ്പ് അസ്ഥികളെയാണ് ധരിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ മരുമകൻ പറഞ്ഞാൽ അത്ര ഇഷ്ടാവില്ലേ. അപ്പോൾ പാർവതി ദേവി പറഞ്ഞു, സതീദേവി നല്ല വേഷം കെട്ടി വരണ്ടേ. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, വേഷം കെട്ടിയാൽ ഈ മര്യാദ മുഴുവൻ വേഷത്തിനായി പോകും, എനിക്ക് കിട്ടില്ല. അങ്ങനെ കഥ ഉണ്ട്. ബാബു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിനെ ഒരു ഫംഗ്ഷന് വിളിച്ചിരുന്നു സാഹിബുമാർ. ഇദ്ദേഹം സാധാരണ മുണ്ട് ഉടുത്തി ചെന്നപ്പോൾ കാവൽക്കാരൻ പറഞ്ഞു വിട്ടിട്ടില്ലേ. അദ്ദേഹത്തിന് മനസ്സിലായി എന്താ കാരണം. പിന്നെ എന്തിട്ടു നല്ല കോട്ടും ഷൂട്ടും എടുത്തിട്ട് ഈ സാഹിബുമാരോ വേഷം കെട്ടി വന്നപ്പോൾ ഒരു വെൽക്കം പറഞ്ഞു കൊണ്ടുപോയി. എല്ലാവർക്കും കുടിക്കാൻ ചായ കൊടുത്തപ്പോൾ അദ്ദേഹം ചായ എടുത്ത് തൻ്റെ കോട്ടിൻ്റെ പയ്യിൽ ആ സഞ്ചിയിൽ ഇത് ഇവിടെ വിടുന്നു. ഞാൻ സാധാരണ ഡ്രസ്സിൽ വന്നപ്പോൾ അവർ സമ്മതിച്ചിട്ടില്ല. ഈ കോട്ട് അണിഞ്ഞ് വന്നപ്പോൾ അവർ സമ്മതിച്ചു. അപ്പോൾ ഈ മര്യാദ കോട്ടിനല്ലേ, ചായ കൈക്കോട്ടെ അങ്ങനെ പറഞ്ഞു. അതാണ് ഇവിടെ പറയുന്നു. ഏത് വേഷത്തിലിരുന്നാലും നമ്മൾ എങ്ങനെ ചെല്ലുവോ അതേ വേഷത്തിലിരുന്നാലും മര്യാദ വേണം. അങ്ങനെയാണ് മഹാദേവൻ്റെ അഭിപ്രായം. അപ്പം ഞാനില്ലേ പറഞ്ഞപ്പോൾ സതീദേവി പുറപ്പെട്ടു. സതീദേവി പുറപ്പെട്ടത് കണ്ടപ്പോൾ മഹാദേവൻ തൻ്റെ ഭൂതഗണങ്ങളെ പറഞ്ഞു വിട്ടു, നന്ദികേശ്വരനെയും. കാരണം ദേവി സാധാരണ പോകാറില്ലയോ, അമ്മയുടെ എഴുന്നള്ളിപ്പ് പറഞ്ഞാൽ അതിന് പ്രത്യേകം ഛത്രം, ചാമരം, കൊട, പിന്നെ തീപ്പന്തം ഇതൊക്കെ എടുത്ത് പോകണ്ടേ.
അമ്മയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യം എല്ലാം എടുത്തു കൊടുക്കണം. താം സാരിക കന്തുക ദർപ്പണ അംബുജ ശ്വേതാതപത്ര വ്യജനസ്രഗാദിഭിഹി. താം എപ്പോഴും സതീദേവി കയ്യിൽ ഒരു കിളി വയ്ക്കാറുണ്ട്. എന്തിനാ കിളി ചോദിച്ചാൽ അത് എപ്പോഴും നമശിവായ നമശിവായ പറയും, ഭഗവാന്റെ നാമം കേൾക്കാൻ വേണ്ടി. ആണ്ടാളും കയ്യിൽ കിളി വയ്ക്കാറുണ്ട്. അതേപോലെ മീരാബായും തോഴിയായിട്ട് കിളിയെ വെച്ചിട്ടുണ്ട്. രാധേ കൃഷ്ണ ബോലു തോ തിമ്മൈന രാധേ കൃഷ്ണ ബോൽ ധാനാ ഖാവേ തോതി പാനി പീവേ പിഞ്ചരമേ കർത്തക്കല്ലോല തോ തിമ്മൈന രാധേ കൃഷ്ണ ബോൽ. നിനക്ക് ധാന്യം തരാം, ധാനാ ഖാവേ തോതി പാനി പീവേ, കുടിക്കാൻ വെള്ളം തരാം, നീ രാധേ കൃഷ്ണ ജപിച്ചോളൂ. കൊണ്ടൈ മുടി അലങ്കരിത്ത് കൊഞ്ചും കിളി കയ്യിൽ വയ്ത്ത് അഞ്ചുക മൊഴിയണയ. മീനാക്ഷിയെക്കുറിച്ച് പാടുന്ന പാട്ടാണ്. കൊഞ്ചും കിളി കയ്യിൽ വയ്ത്ത്. ഇപ്പോൾ കയ്യിൽ കിളി വെച്ച് ആ കിളി പറയുന്ന ഭഗവാന്റെ നാമം കേൾക്കാറുണ്ട്. അങ്ങനെ സത്സംഗത്തിനായിട്ട് രാധയും കയ്യിൽ കിളി വയ്ക്കാറുണ്ട്. രാധ കയ്യിൽ വെച്ചിരുന്ന കിളി എപ്പോഴും രാധേ രാധേ പറയും. അപ്പോൾ പറഞ്ഞു രാധാദേവി, രാധയെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല, കൃഷ്ണ ജപിച്ചോളൂ. കൃഷ്ണ കൃഷ്ണ ജപിച്ചിരുന്നു. ഒരു ദിവസം കണ്ണൻ്റെ അടുത്ത് വന്നപ്പോൾ കൃഷ്ണ കൃഷ്ണ വിളിക്കുന്നത് കണ്ടപ്പോൾ കണ്ണൻ പറഞ്ഞു, ഹേ ശുക, കൃഷ്ണം മാവത രാധാവത, കൃഷ്ണ കൃഷ്ണ പറയണ്ട, രാധേ രാധേ ജപിച്ചാലാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ഈ കിളി ആലോചിച്ച് ഇന്ന് കൃഷ്ണ വേണ്ട രാധ രണ്ട് പ്രത്യേകം പറയണ്ട, രണ്ട് ചേർത്ത് രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധാകൃഷ്ണൻ ജപിക്കാൻ തുടങ്ങി. ഇവിടെ പറയാറുണ്ട്, ആ സാരിക ആ കിളി കയ്യിൽ കൊടുത്തു. പിന്നെ സതീദേവി ചെറിയ കുട്ടിയിലെ പന്ത് കളിക്കാറുണ്ട്, ആ പന്ത് കൊടുത്തു. താം സാരിക കന്തുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കാറുണ്ട്. ഇപ്പോൾ പെൺകുട്ടികൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കും, പിന്നെ ഇടയ്ക്ക് ടച്ചപ്പൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതിനു വേണ്ടി ആ ദർപ്പണം അത് കൊടുത്തു. ദർപ്പണ സാംസാരിക കന്തുക ദർപ്പണ അംബുജ താമരപ്പൂ ശ്വേതാതപത്ര, നല്ല ദേവി വിയർക്കാതിരിക്കാൻ വേണ്ടി കൊട കൊടുത്തു. ശ്വേതാതപത്ര വ്യജന, നല്ല വീശാൻ വേണ്ടിയുള്ള ചാമരം. സ്രഗാദിഭിഹി, പിന്നെ ഗീതായനേഹി, മുമ്പിൽ പാട്ട് പാടാനുള്ള ആൾക്കാരും കൊട്ടുകൊട്ടുന്ന ആളുകളും ദുന്ദുബി ശംഖവേലി. അമ്മയുടെ എഴുന്നള്ളിപ്പ് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ. അങ്ങനത്തെ എല്ലാം ഗംഭീരമായിട്ട്. ഒരു ദിവസം ബിൽവമംഗല സ്വാമികൾ തൃശ്ശൂരപ്പനെ വടക്കുന്നാഥനെ കാണാൻ വന്നപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ മഹാദേവനെ കണ്ടില്ലേ. മഹാദേവൻ എവിടെ പോയി ചുറ്റി വരുമ്പോഴാണ് അവിടെ മതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. ഇവിടെ എന്താ കയറിയിരിക്കുകയാണ്? അവിടെ കുമാരനുള്ള അമ്മയുടെ എഴുന്നള്ളിപ്പാണ്. കാർത്തിക ഉത്സവത്തിൻ്റെ അവിടെ ആറാട്ട് കഴിച്ച് വരേണ്ട വേണം. അത് അമ്മയുടെ ആ സൗന്ദര്യം കാണാൻ വേണ്ടി ഇവിടെ നിന്ന് നോക്കുന്നു. ഇപ്പോഴും പ്രത്യേക ദിവസം അവിടെ വെച്ചാൽ ആ മരത്തിൻ്റെ ചോട്ടിലാണ് പൂജയൊക്കെ. എന്താ കാരണം? മഹാദേവൻ അങ്ങോട്ട് പോയി. അങ്ങനെ ദേവി പുറപ്പെട്ട് വരുന്നു. പുറപ്പെട്ട് വന്നപ്പോൾ യാഗശാലയിൽ ചെന്നു. ആദ്യം അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മ എന്ത് ചെയ്തു? വസ്ത്ര ആഭരണമൊക്കെ കൊടുത്തു. അത് കൊടുക്കുമെന്ന സമയത്ത് തക്ഷണത്തിൽ നോക്കി, തിരിച്ചു നോക്കി, ദേഷ്യത്തോടെ നോക്കിയപ്പോൾ നാദത്ത പിത്ര അപ്രതിനന്ദിതാസതി, അത് സ്വീകരിച്ചിട്ടില്ല. അത് അവിടെ തൊട്ടു. പിന്നെ യാഗശാലയിൽ വന്ന് നോക്കുമ്പോഴാണ് ശിവനുക്ക് ആവിർഭാഗം ഇല്ലെന്ന് മനസ്സിലായി. അരുദ്രഭാഗം തമവേക്ഷ്യ ചാധ്വരം പിത്രാച ദേവേ കൃതഹേളനം വിഭൗ അനാദിത യജ്ഞസദസ്യധീശ്വരീ ചുകോപ ലോകാനി വധക്ഷ്യതി രുഷാ. അരുദ്രഭാഗം, രുദ്രനുക്ക് ആവിർഭാഗമില്ലെന്ന് മനസ്സിലാക്കി. ഉടനെ ശിവനാമത്തിൻ്റെ പെരുമ ഇവിടെ എടുത്ത് പറയുന്നു ദേവി. യദ്യക്ഷരം നാമ ഗിരേരിതം നൃണാം സകൃത് പ്രസംഗാദഘമാസു ഹന്തി തത് പവിത്രകീർത്തിം തം അലംഘ്യ ശാസനം ഭവാനഹോദ്വേഷ്ടി ശിവം ശിവേതരഃ. യദ്യക്ഷരം ദോഷാൻ പരേഷാം ഹി ഗുണേഷു സാധവഃ ഗൃഹ്ണന്തി കേചിന്ന ഭവാദൃശാദ്വിജ ഗുണാംശ ഫൽഗുൺ ബഹുളീകൃഷ്ണവഃ മഹത്തമാസ്തേഷ്വവിദത് ഭവാനകം. ദോഷാൻ പരേഷാം ഹി ഗുണേഷു സാധവഃ, സാധുക്കൾ
ദോഷമുള്ളവരുടെ അടുത്ത് ഒരു ഗുണമുണ്ടെങ്കിൽ അത് എടുത്ത് പറയും. ദുഷ്ടന്മാരെയും നിറച്ചും ഗുണങ്ങളുണ്ടെങ്കിലും ദോഷം മാത്രമേ എടുത്ത് പറയുള്ളൂ. പരഗുണ പരമാണും പർവ്വതീകൃത്യ നിത്യം നിജഹൃതി വികസന്ത സന്തി സന്ത ക്രിയന്തഃ. പരഗുണ പരമാണും അടുത്തവരുടെ ചെറിയ ഗുണമുണ്ടെങ്കിലും ഗുണം പോലെ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിലും അത് എടുത്ത് പറയും മഹാത്മാക്കൾ. കാഞ്ചി സ്വാമികൾ പണ്ടുണ്ടായിരുന്നില്ലേ, അദ്ദേഹം പുതുക്കോട്ടയുടെ അടുത്ത് എളയാത്താംകുടി ഒരു സ്ഥലം അവിടെ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി വേറെ ജയേന്ദ്ര സരസ്വതി സ്വാമികൾ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇളയ സ്വാമികളെ ചെറിയ സ്വാമികളെ പഠിപ്പിക്കാൻ വേണ്ടി കാശിയിൽ നിന്നൊരു പണ്ഡിതനെ വിളിച്ച് വരുത്തി. ഈ കാശിയിൽ വന്ന പണ്ഡിതർക്ക് തമിഴ് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പുതുക്കോട്ട അടുത്ത് ചെന്ന് പോകണ്ടേ ഇളയാത്താംകുടി സ്ഥലം. അപ്പോൾ ആ വണ്ടിയിൽ ഇത് എന്നെപ്പോലെ തട്ടുകൊടുത്ത് ഒരാൾ വരേണ്ടത് കണ്ടു. അപ്പോൾ ചോദിച്ചു, സംസ്കൃതത്തിൽ വെച്ച് നിങ്ങൾക്ക് സംസ്കൃതം അറിയാമോ? സംസ്കൃതം ജാനാമി. കിമർത്ഥം അത്ര ആഗതഃ അഹന്തു തത്ര പാഠയിത്തും. അവിടെ ചെറിയ സ്വാമികളെ പഠിപ്പിക്കാൻ വേണ്ടി കാശിയിൽ നിന്ന് വരുന്ന പണ്ഡിതനാണ്. ഈ ഇളയാത്താംകുടി എങ്ങനെ ചെല്ലണം ചോദിച്ചപ്പോൾ ഈ വരുന്ന ആൾ മഠത്തിലുള്ള ആസ്ഥാന പണ്ഡിതനാണ്. ആ പണ്ഡിതൻ എനിക്ക് അറിഞ്ഞുകൂടാ പറഞ്ഞു. പറയണ്ടേ, എങ്ങനെ പോകണം പറഞ്ഞു കൊടുക്കണ്ടേ. നാഹം ജാനേ നൈവ ജാനേ ന ജാനേ, എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു പോയി. പിന്നെ ഇദ്ദേഹം ഹിന്ദിയിൽ എഴുതിയത് കൊണ്ട് നോക്കി തപ്പി വന്നപ്പോഴാണ് റെയിലിൽ കണ്ട ആൾ അവിടെ മുമ്പ് നിൽക്കുന്നുണ്ട് കണ്ടു. ചോദിച്ചു, ആരാണ്? ആസ്ഥാന പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്ന ചെറിയ സ്വാമിയോട് പറഞ്ഞു, ഇയാളെ ഞാൻ വഴിയിൽ കണ്ടതാണ്, ഇവിടേക്ക് എങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടില്ലേ. അവിടെ ചെറിയ സ്വാമികൾ മഹാസ്വാമി വലിയ സ്വാമികളോട് പറഞ്ഞു, നമ്മ മഠത്തും പണ്ഡിതൻ മോശം, കാശിയിൽ നിന്ന് വന്ന പണ്ഡിതൻ വഴി ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടില്ലേ. അപ്പോൾ മഹാസ്വാമികൾ കാഞ്ചി സ്വാമികൾ പറഞ്ഞു, നമ്മ മഠത്ത് പണ്ഡിതൻ നല്ല ആളാണ്, വഴി പോലും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ, ചോദിച്ചപ്പോൾ അറിഞ്ഞുകൂടാ പറഞ്ഞല്ലേ. അപ്പോൾ അത് നല്ല ആളല്ലേ, അറിഞ്ഞുകൂടാ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് തന്നെ ഇളയാത്താംകുടിന് വേറെ സ്ഥലത്തിൽ ഇറക്കി വിടാതെ വന്നില്ലേ, അതിലും ഒരു നല്ലത് കണ്ടുപിടിച്ചു. പോകുന്ന ഈ സ്ഥലത്തിന് പോകുന്ന വഴി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞുകൂടാ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ചെന്നോളൂ പറഞ്ഞ് വേറെ സ്ഥലത്തിൽ ഇറക്കി വിട്ടാൽ കൂടുതൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതിലുള്ള ദോഷത്തിൽ ഒരു നല്ലത് കണ്ടുപിടിച്ചു. പരഗുണ പരമാണും പർവ്വതീകൃത്യ നിത്യം. അങ്ങനെയാണ് വേണ്ടത്. ശിവനാമത്തിൻ്റെ പെരുമ എടുത്ത് പറയുന്നു. യദ്വ്യക്ഷരം 2 എഴുത്തേ ഉള്ളൂ, ശിവശിവ. അത് നാമമായിട്ട് ജപിക്കുമ്പോൾ ഉപദേശം കൊണ്ടും ആവശ്യമില്ല. ഗിരിയേരിതം നൃണാം, ശിവനെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല, വെറുതെ ശിവശിവ ജപിച്ചാൽ മതി. ശിവായ പരമേശ്വരായ ചന്ദ്രശേഖരായ നമഃ. ശിവായ പരമേശ്വരായ ശശിശേഖരായ നമഃ. ഭവായ ഗുണസംഭവായ ശിവതാണ്ഡവായ നമഃ. ഭവായ ഗുണസംഭവായ ശിവതാണ്ഡവായ നമഃ. ശിവായ പരമേശ്വരായ ശശിശേഖരായ നമഃ. ശിവായ പരമേശ്വരായ ശശിശേഖര നമഃ. ഭവായ ഗുണസംഭവായ ശിവതാണ്ഡവായ നമഃ. ഭവായ ഗുണസംഭവായ ശിവതാണ്ഡവായ നമഃ. ശിവശിവാണ്, വെറുതെ ജപിച്ചാൽ മതി. പവിത്രകീർത്തിം തമലംഘ്യ ശാസനം ഭവാനഹോദ്വേഷ്ടി. സകൃത് പ്രസംഗാത്ത്, പ്രസംഗമായി ജപിച്ചാൽ മതി. ഇവിടെ ഗുരുനാഥൻ ഉദാഹരണം പറയും. ഒരാൾ നായെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ വാക്കിങ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തെരുവിൽ നിന്ന് വന്ന നായി ഇയാളുടെ നായയെ കടിക്കാൻ വന്നു. അപ്പോൾ തെരുവിൽ നിന്ന് വന്ന നായ ചി ചി എന്ന് പറഞ്ഞു. സ്വന്തം നായ വാ പറഞ്ഞു. ചി വാ പറഞ്ഞപ്പോൾ ശിവൻ വിചാരിച്ചു ശിവ എൻ്റെ പേര് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഇതാണ് ഭഗവാന്റെ കാരുണ്യം. അറിയാതെ ജപിച്ചാൽ പോലും തൻ്റെ പേര് ജപിച്ചതായി കണക്കാക്കി ഭഗവാൻ. അഹമാസുഹന്തി തത്. സ്കന്ദപുരാണത്തിലുള്ള കഥയും കൂടി ഇവിടെ പറയാറുണ്ട്. പ്രഹരാ ഹരേത്തി വാതി ഭടിത മതാജ്ഞൈതി പാലിതോ ഭവത. പ്രഹര സംഹര ആഹര മരിക്കുന്ന സമയത്ത് ഒരു വേടൻ പറഞ്ഞു തൻ്റെ മകനോട്,
ജീവിക്കാൻ ഒന്നും വലിയ പഠിത്തം വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല. നമ്മൾ ജീവിക്കാൻ, വേടന്മാർക്ക് ജീവിക്കാൻ എന്ത് ചെയ്യണം? മൃഗങ്ങളെ കണ്ടാൽ പ്രഹര അടിക്കണം, സംഹര കൊല്ലണം, ആഹര കൊണ്ടുവരണം. പ്രഹര സംഹര ആഹര പറഞ്ഞ് മരിച്ചു. ഈ വേടൻ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹാപാപിയായ വേടനെ കൊണ്ടുപോകാൻ യമദൂതന്മാർ വന്നപ്പോൾ പെട്ടെന്ന് ശിവദൂതന്മാർ വന്നു. യമദൂതന്മാരെ വിരട്ടി കൊണ്ടുപോകുന്നു ശിവലോകത്തിലേക്ക്. വേടൻ ചോദിച്ചു, ഞാൻ ഒരു പണി ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു ശിവദൂതന്മാർ, അവസാന സമയത്ത് പ്രഹര സംഹര ആഹര പറഞ്ഞില്ലേ, അത് അതിൻ്റെ ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ പ്രഹര, സംഹര, ആ ഹര, പ്ര സം ആ ഉപസർഗം എടുത്തു കഴിഞ്ഞാൽ ഹര 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 3 പ്രാവശ്യം ജപിച്ചില്ലേ, ഇതൊക്കെ കൈലാസം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് മഹാദേവൻ്റെ കാരുണ്യം. ഇങ്ങനെ മഹാദേവൻ്റെ കാരുണ്യം എടുത്ത് പറഞ്ഞ് ഒരു മഹാദേവൻ്റെ ഭക്തൻ്റെ പെൺകുട്ടിയായി ജനിച്ച് മഹാദേവന് വിവാഹം കഴിക്കാനുള്ള ഭാഗ്യം ഇല്ലല്ലോ വിചാരിച്ച് സതീദേവി എന്ത് ചെയ്തു? തൻ്റെ യോഗാഗ്നി മൂലം ശരീരം ഭസ്മമാക്കി അടുത്ത ജന്മത്തിൽ പർവ്വതരാജകുമാരി പാർവതിയായി ജനിക്കുന്നു. ഈ കാര്യം പണ്ടേ മനസ്സിലാക്കി മഹാദേവൻ പത്ന്യങ്കനാശം ഹ്യുഭയത്ര ചിന്തയെന്ന്. അതുകൊണ്ട് അദ്ദേഹം മൗനമായിരിക്കുന്നു. കാരണം ഈ കാര്യം ഇങ്ങനെയേ അവസാനിക്കുള്ളൂ മനസ്സിലാക്കിയവർ അതുകൊണ്ട് വിഷമിക്കാറില്ല. നമ്മളൊക്കെ വിഷമിക്കും. നമുക്ക് ജ്ഞാനദൃഷ്ടി ഉണ്ടായാൽ ഈ കാര്യം ഇങ്ങനെ അവസാനിക്കുള്ളൂ പറഞ്ഞാൽ നമുക്ക് കൂടുതൽ വിഷമിക്കും. അതുകൊണ്ട് നമുക്ക് ജ്ഞാനദൃഷ്ടി കൊടുക്കണില്ല ഭഗവാൻ. അപ്പോൾ മഹാദേവൻ മിണ്ടാതിരിക്കുമ്പോഴാണ് നാരദൻ വന്ന് പറഞ്ഞു, ദക്ഷണക്ക് ഒരു ശിക്ഷ കൊടുക്കണം, ദക്ഷണ ശിക്ഷിക്കണം പറഞ്ഞപ്പോൾ മഹാദേവൻ എന്ത് ചെയ്തു? ചുണ്ട് കടിച്ചു പിടിച്ചു കോപത്തിൽ. ക്രുദ്ധ സുതഷ്ടോഷ്ടപുട്ട സദുർ ജട്ടിൽ ജട്ടാം തടിത് വണ്ണി സട്ടോക്രോചിഷം ഉത്കൃത്യ രുദ്ര സഹസോത്ഥിതോ ഹസൻ ഗംഭീരനാദോ വിസസജ്ജതാം ഭുവി. ക്രുദ്ധ സുതഷ്ടോഷ്ടപുട്ട സദുർ ജട്ടിൽ ജട്ടാം തടിത് വണ്ണി സട്ടോക്രോചിഷം. തലയിൽ നിന്നും ജട്ട പതിച്ച് ഭൂമിയിൽ അടിച്ചു. നിലത്തിൽ നിന്നും വീരഭദ്ര പെരുമാൾ പുറപ്പെട്ടു. തം കിം കരോമി, എന്ത് ചെയ്യണം ചോദിച്ചപ്പോൾ ദക്ഷം സയജ്ഞം ജഹി, ദക്ഷയജ്ഞത്തെ ധ്വംസം ചെയ്യണം പറഞ്ഞപ്പോൾ വീരഭദ്രൻ കാളിയോടൊപ്പം പുറപ്പെട്ട് വന്നു. യാഗശാലയിൽ വന്ന എല്ലാവർക്കും ശിക്ഷ കിട്ടി. ഭൃഗുമഹർഷി താടി ഇങ്ങനെ വലിച്ചുകൊണ്ട് ആസ്വദിച്ചിരുന്നു ശിവൻ ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ ഭൃഗുമഹർഷിയെ താടി വലിച്ച് പറിച്ച് എറിഞ്ഞു. ഭഗൻ എന്ന പേരിൽ ഞാൻ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഭഗൻ്റെ കണ്ണ് തോണ്ടിയെടുത്തു. ഭഗസ്യനേത്രേ ഭൃഗുംബബന്ധ മണിമാൻ, മണിമാൻ എന്ന ദേവൻ ഭൃഗുവിനെ പിടിച്ചു. വീരഭദ്രൻ ചണ്ഡീശൻ, ചണ്ഡികേശ്വരൻ പൂഷ എന്ന ദേവൻ്റെ താടയിൽ അടിച്ച് അവൻ്റെ പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോയി. ചണ്ഡീശ പൂഷണം ദേവം. നന്ദികേശ്വരൻ ഭഗൻ്റെ കണ്ണ് തോണ്ടിയെടുത്തു. വീരഭദ്രൻ ഈ ദക്ഷൻ്റെ തല മറന്നുകുപ്പിൻ്റെ അടപ്പ് തിരുകേണ്ടത് പോലെ അത് തിരുമ്പി എടുത്ത് അവിടെ യാഗശാലയിൽ ഹോമിച്ച് വന്നു. ബാക്കി ദേവന്മാർക്കൊക്കെ നല്ല ഇടി കിട്ടി. എല്ലാ ദേവന്മാരും ബ്രഹ്മാവോട് സങ്കടം പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് എല്ലാ ദേവന്മാരെയും വിളിച്ചുകൊണ്ട് ആദ്യമായി ഒരു കൈലാസ യാത്ര ടൂർ, ചതുർമുഖ ട്രാവൽസ് തൻ്റെ പേരിൽ ഒരു ട്രാവൽസ് ഉണ്ടാക്കി. മഹാദേവനെ കാണാൻ വേണ്ടി ബ്രഹ്മാവ് പുറപ്പെട്ടു. എല്ലാവരും നാമം ജപിച്ച് പുറപ്പെട്ടു. ശംഭോ മഹാദേവ ദേവ, ശംഭോ മഹാദേവ ദേവ, ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ, ശംഭോ മഹാദേവ ദേവ, ശംഭോ മഹാദേവ ദേവേശ ശംഭോ, ശംഭോ മഹാദേവ ദേവ. ഭാവനം കിരീടം ഭാലനേത്രാർച്ചികാദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരാതികൂടം ശുദ്ധമർദ്ധേന്ദുചൂടം ഭജേ മാർഗബന്ധും. ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ, ശംഭോ മഹാദേവ ദേവ. അപ്പയ്യ ദീക്ഷിതൻ്റെ പേരുള്ള മഹാത്മാ, അദ്ദേഹം നാമം ജപിച്ച് ചെല്ലുമ്പോൾ വഴി മഞ്ഞ് വീണ് കൈലാസയാത്ര ചെല്ലുമ്പോൾ മഞ്ഞ് വീന്നുകൊണ്ടേയിരിക്കും, വഴി കാണില്ല. അപ്പോൾ ഈ സ്തോത്രം ചെല്ലുമ്പോൾ മാർഗം കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഈ സ്തോത്രത്തിൻ്റെ പേരാണ് മാർഗബന്ധു സ്തോത്രം. നമ്മൾ പിന്നെ വേറൊരു കഥ പറയാറുണ്ട്. അദ്ദേഹം
അദ്ദേഹത്തിന് സുവർണാഭിഷേകം കനകാഭിഷേകം നടത്തി രാജാവ്. ആ പണം എടുത്തു സ്വന്തം ഗ്രാമത്തിൽ ഒരു ശിവൻ്റെ അമ്പലം കെട്ടാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്താണ് കള്ളന്മാർ വന്നു. കള്ളന്മാർ വന്നപ്പോൾ തസ്കരാണാം പതയേ നമഃ, കള്ളന്മാരുടെ രാജാവ് ആരാണ്? അതും ശിവൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ശംഭോ മഹാദേവ ദേവാൻ പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവൻ വന്ന് രക്ഷിച്ചതായി കഥ പറയാനുണ്ട്. അങ്ങനെ ഈ മാർഗബന്ധ സ്തോത്രം ചൊല്ലി ദേവന്മാരൊക്കെ കൈലാസത്തിലെത്തി. അവിടെ ദക്ഷിണാമൂർത്തിയായി ഭഗവാൻ ഇരിക്കുന്നു. ദക്ഷിണാമൂർത്തി പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ദക്ഷിണ പറഞ്ഞാൽ തെക്ക് തെന്മുഖ കടവുൾ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ശരിക്കും ദക്ഷിണ പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. ദക്ഷിണ ജ്ഞാന സന്ദേശ അങ്ങനെയാണ് ഭാഗവതം പറയുന്നത്. ഇപ്പോൾ ദക്ഷിണാമൂർത്തി പറഞ്ഞാൽ ആരെ കാണുമ്പോൾ നമുക്ക് ജ്ഞാനം ഉണ്ടാകുമോ അയാളാണ് ദക്ഷിണാമൂർത്തി. ശേമുഷി ദക്ഷിണാപ്രോക്ത സായസ്യാം ഈക്ഷണേ മുഖം ദക്ഷിണാമൂർത്തി നിത്യുക്ത ശിവോസൗ ബ്രഹ്മവാദിഭി. നമുക്ക് ഏറ്റവും നന്മ ചെയ്യുന്നത് എന്താണ്? ജ്ഞാനം. ആരെ കാണുമ്പോൾ നമുക്ക് ജ്ഞാനം ഉണ്ടാകുമോ ആ ഭഗവാനാണ് ദക്ഷിണാമൂർത്തി. ആ ദക്ഷിണാമൂർത്തിയായ ഭഗവാൻ നമസ്കരിച്ചു. ബ്രഹ്മാവ് നമസ്കരിച്ചപ്പോൾ മഹാദേവനെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു. കാരണം മഹാദേവൻ തൻ്റെ അച്ഛനായി കണക്കാക്കി. ബ്രഹ്മാവിൻ്റെ ഭ്രൂമത്തിൽ നിന്നും രുദ്രനായിട്ട് പണ്ട് ഒരു അവതാരം ചെയ്തിട്ടുണ്ട്. അത് കണക്കാക്കി അർഹത്തമക്കസ്യ യഥൈവ വിഷ്ണുവും വാമന ഭഗവാൻ കശ്യപ പ്രജാപതിയെ നമസ്കരിക്കുന്നത് പോലെയാണ് ഇവിടെ നമസ്കരിച്ചു എന്ന് പറയുന്നു. അങ്ങനെ നമസ്കരിച്ച ശേഷം മഹാദേവനോട് ബ്രഹ്മാവ് പറഞ്ഞു, ജാനേത്വാം ഈശം വിശ്വസ്യ, നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങളാണ് ഈശ്വരൻ. ദക്ഷയാഗത്തിൽ പോയ ഈ ദേവന്മാർക്കൊക്കെ അംഗഭംഗം ഉണ്ടായി. ഇവർക്ക് ഒരു ഓപ്പറേഷൻ നടത്തണം. കാരണം ഏറ്റവും വലിയ വൈദ്യൻ ആരാണ്? മഹാദേവനാണ്. പ്രഥമോ ദൈവ്യോ ഭിഷക്, സ്ത്രീരുദ്ധത്തിൽ പറയുന്നുണ്ട്. പ്രഥമോ ദൈവ്യോ ഭിഷക്, ആദ്യത്തെ വൈദീശ്വരൻ. അതുകൊണ്ട് തമിഴ്നാട്ടിൽ വൈദീശ്വരൻ കോവിലിന് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ മഹാദേവൻ വൈദ്യനാഥനായി ഇരിക്കുന്നു. സാധാരണ ശിവക്ഷേത്രത്തിൽ ഭസ്മം മാത്രമേ കൊടുക്കാറുള്ളൂ, പ്രസാദം. ആ ക്ഷേത്രത്തിൽ ഭസ്മത്തോടൊപ്പം ഒരു ഗുളിക കൊടുക്കും. ആ ഗുളിക വാങ്ങി കഴിച്ചാൽ മതി, നമ്മുടെ രോഗം മാറും എന്നാണ് വിശ്വാസം. ആ ഗുളിക കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ആ ഭഗവാന്റെ പേര് പറഞ്ഞാൽ മതി. ബാലാംബികേശ വൈദ്യേശ ഭവരോഗഹരേതി ച ജപേന്നാമത്രയം നിത്യം മഹാരോഗനിവാരണം. വിഷ്ണുനാമങ്ങളിൽ അച്യുതാനന്ദ ഗോവിന്ദ ജപിച്ചാൽ നമ്മുടെ രോഗമൊക്കെ മാറും. അതേപോലെ ശിവനാമങ്ങളിൽ ബാലാംബികേശ വൈദ്യേശ ഭവരോഗഹരേതി ച, ഈ 3 നാമം ജപിച്ചാൽ മതി. എത്ര വലിയ മഹാരോഗമായാലും അത് മാറിക്കിട്ടും. ശ്രീരാമ സൗമിത്രി ജടായുവേദ ഷടാനനാദിത്യ പൂജാർച്ചിതായ ശ്രീനീലകണ്ഠായ ദയാമയായ ശ്രീവൈദ്യനാഥായ നമഃ ശിവായ. മഹാദേവ 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 മഹാദേവ. ഇങ്ങനെ ആ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ മതി. മഹാദേവൻ എഴുതിയതും എല്ലാവരെയും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. കണ്ണ് കാഴ്ചയില്ലാതെ ഭഗനോട് പറഞ്ഞു, ഈ കണ്ണ് കാഴ്ച കൊണ്ട ആളുടെ കൈ പിടിച്ച് നടന്നോളൂ. ആ ഭഗൻ്റെ മന്ത്രമാണ് ഭാഗ്യദേവതായേ നമഃ എന്ന് പറയാനുണ്ടോ. ഭാഗ്യസൂക്താർച്ചന ഭാഗ്യസൂക്താർച്ചന ഈ ഭഗൻ്റെ മന്ത്രമാണ്. പിന്നെ ഭൃഗു മഹർഷി താടി പോയി പറഞ്ഞപ്പോൾ ആടിൻ്റെ താടി വെറുതെ ഇങ്ങനെ തൂക്കി കിടക്കുന്നു, അത് എടുത്ത് വെച്ചോളൂ. ഭൃഗോസ് മസ്സോടി രോഹന്തു, ഭൃഗുവിൻ്റെ ആടിൻ്റെ താടി വരട്ടെ എന്ന് ഗ്രഹിച്ചു. പിന്നെ പൂഷാവ് പറഞ്ഞു, എനിക്ക് പല്ലില്ലല്ലോ, കുഴപ്പമില്ല, കുറച്ച് കാലം കയ്യിൽ ചെറിയ ഓരോളം ഇതും പിടിച്ച് നടന്നോളൂ, മുറുക്ക് ഇങ്ങനെ സാധനം കിട്ടിയാൽ പൊടിച്ച് കഴിച്ചോളൂ. പിന്നെ കലിയുഗം വന്നാൽ വാങ്ങാൻ പല്ല് കിട്ടുന്നത് വാങ്ങി വെച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവർക്കും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു കൊടുത്തു. പിന്നെ ദക്ഷൻ്റെ തല ഇല്ല, ദക്ഷിണിയെ കൊണ്ട് ജീവിപ്പിക്കണം പറഞ്ഞപ്പോൾ അവിടെ ആട് ഉണ്ടായിരുന്നു, ആടിൻ്റെ തല വച്ച് പിടിപ്പിച്ചു. ദക്ഷൻ എഴുന്നേറ്റ് സ്തുതിക്കുന്നു. ദക്ഷൻ സ്തുതിച്ചതായി പറയുന്നു, ആടിൻ്റെ തലയായാലും ചമക്കമെന്ന് ജപിക്കാൻ സൗകര്യം. സഞ്ചമേമയശ്ചമേ പ്രിയഞ്ചമേനു കാമശ്ചമേ മേമേ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രം അത് ജപിക്കാൻ ഉപയോഗമായി വിചാരിച്ചു. ദക്ഷൻ സ്തുതിച്ച ശേഷം വീണ്ടും യാഗം തുടങ്ങി. ഇടയ്ക്ക് യാഗം നിർത്തി കഴിഞ്ഞാൽ വിഷ്ണുവിനെ പ്രാർത്ഥിക്കണം.
വൈഷ്ണവം യജ്ഞസന്തത്തെ ത്രികപാളം ദ്വിജോത്തമാഹ. അങ്ങനെ വിഷ്ണുവിൻ്റെ മന്ത്രം ചൊല്ലി അവിടെ ഹോമിക്കുമ്പോൾ മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടു. 8 തൃക്കൈകളിൽ 8 ആയുധങ്ങളും ധരിച്ച് പുറപ്പെട്ടു വന്നു. മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ ദക്ഷൻ സ്തുതിച്ചു. പിന്നെ ഓരോ ദേവന്മാരും അവിടെ വന്നവരെല്ലാവരും വിവിധ വൃത്തങ്ങളിലാണ് സ്തുതിക്കുന്നു. ഇവിടെ ബ്രാഹ്മണന്മാരുടെ സ്തുതിയാണ് കുറച്ചുകൂടി കേമം. ത്വം ക്രതുസ്ത്വം ഹവിസ്ത്വം ഹുതാസസ്വയം ത്വം ഹിമന്തസമിദ്ധപാത്രാണി ച ത്വം സദസ്യ ദ്വിജോ ദമ്പതി ദേവത അഗ്നിഗോത്രം സ്വധ സോമ ആദ്യം പശുവും. ഇവിടെ സമിത്ത്, മന്ത്രം, ദർഭം എന്തുകൊണ്ട് ഈ യാഗത്തിലുള്ള എല്ലാം നീ തന്നെയാണെന്ന് അവരുടെ സ്തുതി. സ്തുതി കഴിച്ച ശേഷം മഹാവിഷ്ണു ദക്ഷനെ വിളിച്ചു പറഞ്ഞു, ദക്ഷ, ശിവഭക്തി ചെയ്യുന്നവർ വിഷ്ണുദ്വേഷവും വിഷ്ണുഭക്തി ചെയ്യുന്നവർ ശിവദ്വേഷവും ചെയ്യാൻ പാടില്ല. ഞാൻ തന്നെയാണ് എല്ലാ രൂപത്തിലും വർത്തിക്കുന്നു. അഹം ബ്രഹ്മാച സർവശ്ച ജഗതഃ കാരണം പരം ആത്മേശ്വര ഉപദ്രഷ്ട സ്വയം ദൃഗവിശേഷണ. ഞാൻ തന്നെയാണ് ബ്രഹ്മാവായിട്ടിരുന്നു സൃഷ്ടിക്കുന്നു, ഞാൻ തന്നെയാണ് വിഷ്ണുവായിരുന്നു രക്ഷിക്കുന്നു, ഞാൻ തന്നെ രുദ്രനായിരുന്നു സംഹരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ 3 പേരിലും ഭേദം പാടില്ല. ഉദാഹരണം ഇവിടെ പറയുന്നു, യഥാ പുമാന്ന സ്വാങ്കേഷു ശിരപാണ്യാദിഷു. ചില ആൾക്ക് 6 വിരൽ ഉണ്ടാവും. 6 വിരൽ വന്ന ആൾ എന്തിനാ 6ാമത്തെ വിരൽ വേണ്ട വിചാരിച്ച് അത് ഓപ്പറേഷൻ ചെയ്ത് കട്ട് ചെയ്യാറില്ലേ? അത് നോട്ടേ വിചാരിക്കും. ചില ആളുകൾ 6ാമത്തെ വിരലൊക്കെ ഒരു മോതിരം ചെയ്യും ഇതിനു വേണ്ടേ. അതുപോലെ നമ്മുടെ അംഗാൻ യജ്ഞ ദേവതാഹ, എല്ലാ ദേവന്മാരും ഭഗവാന്റെ അംഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഭേദം പാടില്ലേ എന്ന് ഉപദേശം കൊടുത്തു. ഇതിന് ഉദാഹരണമായിട്ട് ഒരു ഭക്തൻ്റെ കഥ പറയാറുണ്ട്. പണ്ഡരീപുരം മഹാരാഷ്ട്രത്തിൽ അവിടെ ഒരു ഭക്തനുണ്ടായിരുന്നു, നരഹരി സോണാർ. സോണാർ എന്ന് വെച്ചാൽ തട്ട സുവർണ ആഭരണം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പരമശിവഭക്തനായിരുന്നു. അപ്പോൾ ആ നാട്ടിൽ ഒരു ഭക്തൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഉണ്ണി ജനിച്ചാൽ എനിക്ക് കിങ്ങിണി സമർപ്പിക്കാം, അരമണി കിങ്ങിണി ചാർത്താണ്. മഹാവിഷ്ണുവോട്, അവിടെ പാണ്ഡുരംഗമൂർത്തിയാണ് ഭഗവാൻ, അവരോട് പ്രാർത്ഥിച്ചു. ശരി പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു. ഉണ്ണി ഉണ്ടായ ശേഷം പിന്നെ ചോദിച്ചു, ഈ നാട്ടിൽ നന്നായിട്ട് ആഭരണം ചെയ്യുന്ന ആൾ ആരാണ്? ഈ നരഹരി സോണാർ നന്നായിട്ട് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തോട് ഒന്ന് പറഞ്ഞു, ഒരു അരമണി കിങ്ങിണി ഉണ്ടാക്കണം. ഏത് കുട്ടിക്കാണോ? കുട്ടിക്ക് ഭഗവാൻ. ഏത് ഭഗവാൻ? ആ പണ്ഡിതനാഥൻ വിഷ്ണു ഭഗവാൻ. വിഷ്ണു ഭഗവാൻ എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് ശിവനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരില്ല. അപ്പം നീ ഒരു അളവ് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഒരു കയ്യറ് കൊണ്ടുപോയി ഭഗവാന്റെ അരക്കട്ടിൽ ഇങ്ങനെ കട്ടി വെച്ച് അത് കൊടുത്തു. പിന്നെ ഇതിൽ 10 അവതാരം കൂടി ഉണ്ടാവും, മത്സ്യവും പൂർവ്വം, അങ്ങനെ 10 അവതാരങ്ങൾ വെച്ച് ഒരു അരമണി. ശരി പറഞ്ഞ് അദ്ദേഹം ചെയ്തു കൊടുത്തു. ആ അരമണി ചാർത്താൻ വേണ്ടി ചെന്നപ്പോൾ അത് ഫിറ്റായി, അവിടെ ചേരുന്നില്ലേ. ഉടനെ ആ ഭക്തൻ വന്ന് പറഞ്ഞു, ഇത് ഒന്ന് നീട്ടിത്തരണം, ശരിയായിട്ടില്ലേ? അദ്ദേഹം ഒന്ന് ശരിയാക്കി ചാർത്തിക്കൊള്ളു. ഇപ്പോൾ ചായപ്പോൾ അവിടെ അരയിലെ താഴെ വീണ് പോയി, കൂടുതൽ ലൂസായിപ്പോയി. വിചാരിച്ചു ഇത് അങ്ങനെ ഇദ്ദേഹം മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ശരിക്കും നടന്നതെന്നാണ്, ഭഗവാനാണ് ഇടയ്ക്കിങ്ങനെ വീർക്കുന്നതും ചെറുതാക്കുന്നതും ഒക്കെ ഭഗവാന്റെ കാര്യമാണ്. ഇത് മനസ്സിലാക്കാതെ ആ ഭക്തൻ വീണ്ടും വന്ന് പറഞ്ഞു, ഇതുകൊണ്ട് ചെറുതാക്കി തരണം, കൃത്യമായ അളവ് കൊണ്ട് പറയണ്ടേ. അപ്പോൾ പറഞ്ഞു, ഈ പ്രാർത്ഥിച്ച ആൾ പറഞ്ഞു, അളവ് എടുത്ത് ഭാവന ഉണ്ടാക്കേണ്ട ആൾ നിങ്ങളല്ലേ, നിങ്ങൾ നേരിട്ട് വന്ന് നോക്കി അളവ് എടുത്തോളൂ. ഞാൻ വിഷ്ണു ഭഗവാന്റെ അമ്പലത്തിൽ കാള് കുത്തില്ലേ, നിങ്ങൾ കാള് കുത്തേണ്ട, ഞാൻ തോളിൽ ചുമന്ന് പോയിക്കോളാം. വിഷ്ണു ഭഗവാനെ നോക്കാറില്ലേ, നോക്കേണ്ട, കണ്ണ് അടച്ച് കരച്ചി കൊണ്ട് കണ്ണ് അടച്ച് കട്ടിക്കോള് തുണിയെടുത്ത് തലോടി നോക്കിയാൽ മതിയല്ലേ, അളവ് വേണ്ടേ വേണ്ടത്. ശരി പറഞ്ഞ് ഇത് തോളിൽ ചുമന്ന് നടന്നു. ഇയാൾ കണ്ണും കട്ടി അമ്പലത്തിൽ വന്നു. എല്ലാവരും അത്ഭുതമായി നോക്കുന്നു, അമ്പലത്തിൽ കണ്ണ് കെട്ടി വരുന്നുണ്ടല്ലോ. കാരണം വിഷ്ണുവിനെ കാണാൻ താല്പര്യമല്ലേ. അങ്ങനെ ഭഗവാന്റെ വിഗ്രഹം തൊടുമ്പോഴാണ് ദർശനേ ശിവരൂപേന സ്പർശനേ ശിവരൂപേന ദർശനേ വിഷ്ണുരൂപത. അങ്ങനെ സ്പർശിച്ച് നോക്കുമ്പോഴാണ് ചന്ദ്രകലയും ജട്ടയും ത്രിശൂലവും ഇതൊക്കെ കാണുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇത് ശിവനാണ്, ഞാൻ ഇത്ര നാൾ മനസ്സിലായിട്ടില്ലല്ലോ.
എന്ന് പറഞ്ഞ് കട്ടിയെ കണ്ണൊന്ന് തുറന്നു നോക്കുമ്പോഴാണ് വിഷ്ണുവായിട്ട് നിൽക്കുന്നത്. വിഷ്ണു വേണം. വീണ്ടും കണ്ണടച്ചു, വീണ്ടും സ്പർശിച്ച് നോക്കി. വീണ്ടും സ്പർശിക്കുമ്പോൾ സ്പർശനെ ശിവരൂപേന ശിവൻ്റെ രൂപം കാണുന്നു. കണ്ണ് കട്ട് ചെയ്ത് തുറന്നു നോക്കുമ്പോൾ വിഷ്ണു രൂപം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി രണ്ടിനും ഉള്ള ആൾ തന്നെയാണ്. മായാവി പാണ്ഡുരംഗോയം രസികോ ഹി സ്വഭാവതഃ. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഇത് രണ്ടുപേരും ഒന്ന് തന്നെയാണെന്ന്. പിന്നെ കാക്കൽ വിനാസ്കരിച്ചു, എനിക്ക് ശിവനും വേണ്ട വിഷ്ണു വേണ്ട, നീ ഈ പാണ്ഡുരംഗൻ്റെ ഭക്തനായി മാറിക്കോളാം. അദ്ദേഹം വലിയ ഭക്തനായി മാറി. ഇതേപോലെ ഘണ്ടാകർണൻ എന്ന ഒരു പിശാച്ച് ഹരിവംശ പുരാണത്തിൽ കഥ പറയുന്നുണ്ട്. ഘണ്ടാകർണൻ ഒരു പിശാചം, ചെവിയിൽ ഒരു മണി കെട്ടി വെച്ചിട്ടുണ്ടാവും. ഈ ഘണ്ടാകർണൻ പരമശിവഭക്തനാണ്. ആരെങ്കിലും നാരായണ ജപിച്ചാൽ തല കുളുക്കും, മണി അടിച്ച് ഈ നാരായണ ശബ്ദം കേൾക്കരുത്. എപ്പോഴും നമശിവായ 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 ശങ്കര അങ്ങനെ പാടിക്കൊണ്ട് നടക്കും. അങ്ങനെ ഘണ്ടാകർണൻ ഒരു ദിവസം കൈലാസത്തിൽ ശിവനെ നോക്കാൻ വന്നപ്പോൾ ശിവൻ നാരായണ എന്തിനാ നാരായണ ജപിക്കാൻ പാടില്ലേ, നാരായണ ജപിക്കാൻ കേൾക്കാൻ പാടില്ലേ, ശിവഭക്തനാണ് വിചാരിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ശിവനും അവിടെ നാരായണ ജപിക്കുന്നപ്പോൾ, എന്നാ മഹാദേവൻ നിങ്ങൾ വിഷ്ണുനാമം ജപിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഹരിരേഖ സദാധ്യായ ഭവദ്ഭിഹി മോക്ഷകാംക്ഷിഭിഹി. മോക്ഷം വേണമെങ്കിൽ നാരായണ ജപിച്ചാലേ കിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും അജാമികളെ പോലെ വിവശനായി ജപിച്ചാൽ പോലും മോക്ഷം വേണമെങ്കിൽ നാരായണ ജപിക്കണം. അപ്പോൾ നാരായണൻ എവിടെ ചോദിച്ചു ഘണ്ടാകർണൻ. ഭഗവാൻ മഹാദേവൻ പറഞ്ഞു, ഇപ്പോൾ ദ്വാരകയിൽ കൃഷ്ണനായിട്ട് വർത്തിക്കുന്നു, ഇപ്പോൾ നേരിട്ട് പോയി നോക്കാം. ശരി പറഞ്ഞ് ഘണ്ടാകർണൻ കൈലാസത്തിൽ പുറപ്പെട്ട് വരുന്ന വഴിയിലാണ് അവിടെ ദ്വാരകയിലിരിക്കുന്ന ഭഗവാനോട് രുക്മിണി ദേവി പറഞ്ഞു, നമുക്കൊരു നല്ല കുട്ടി ഉണ്ടാവേണ്ടേ, അതിനുവേണ്ടി കുറച്ച് കാലം ശിവനെ കുറിച്ച് തപസ് ചെയ്യൂ. ശരി, ഞാൻ നാളെ പോവാം, ഇന്ന് ബദ്രിനാഥ് വരെ ചെന്നിട്ട് പിന്നെ നാളെ കൈലാസത്തിലേക്ക് പോകാൻ പറഞ്ഞ് ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി ബദ്രിനാഥ് വന്ന സമയമാണ്. ബദ്രിനാഥ ക്ഷേത്രത്തിൽ ഭഗവാൻ ഇരിക്കുന്ന സമയത്താണ് ഈ ഘണ്ടാകർണൻ ഹരേ കൃഷ്ണ അടിക്കൂ പിടിക്കൂ, വേട്ടയാടുന്ന പിശാചനല്ലേ, മൃഗങ്ങളെ പിടിച്ച് വേട്ടയാടി വരുന്ന സമയത്താണ് ഒരു ബ്രാഹ്മണൻ ആ ബ്രാഹ്മണനെ അടിച്ച് കൊന്നു. കാരണം കിട്ടുന്ന സാധനം കഴിക്കുന്ന പിശാചുകളല്ലേ. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് അവിടെ ഭഗവാൻ പറഞ്ഞു, ആരാണ് ഇവിടെ ബദരികാശ്രമത്തിൽ നായാട്ടം ചെയ്യാൻ പാടില്ല, ഇവിടെ തപസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഘണ്ടാകർണൻ പറഞ്ഞു, എനിക്കിപ്പോൾ ധ്യാനം ചെയ്യുന്ന സമയമേ, ഞാൻ കുറച്ച് ധ്യാനിക്കട്ടെ. കണ്ണടച്ച് ധ്യാനിക്കുമ്പോഴാണ് മുമ്പിലിരിക്കുന്ന കൃഷ്ണൻ്റെ രൂപം ഉള്ളിൽ കാണുന്നത്. അപ്പോൾ മനസ്സിലായി, ഞാൻ ധ്യാനിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് ഈ കൃഷ്ണൻ. നിങ്ങളാരാണ്? ഞാൻ ദ്വാരകാധീശൻ, മഹാദേവനെ കാണാൻ നീ പുറപ്പെട്ടതാണ്. അപ്പോൾ പറഞ്ഞു ഘണ്ടാകർണൻ, ഇപ്പോഴാണ് മഹാദേവൻ എന്നോട് പറഞ്ഞു, ആ ഭഗവാൻ ദ്വാരകയിൽ വർത്തിക്കുന്നു, കൃഷ്ണൻ എന്നാണ് പേര്, ആ ഭഗവാനെ ഭജിച്ചോളൂ പറഞ്ഞു. എൻ്റെ ഭാഗ്യം, ദ്വാരകയ്ക്ക് ഞാൻ പോകും മുമ്പ് തന്നെ നീ ഇവിടെ വന്നല്ലോ. ഭഗവാനെ പേര് ഓരടി നമ്മൾ വെച്ചാൽ ബാക്കി 99 അടി ഭഗവാൻ വയ്ക്കില്ലേ, അതുകൊണ്ട് ഭഗവാൻ ഇവിടെ വന്നത് എൻ്റെ ഭാഗ്യം. ഞാൻ നല്ല ഒരു ബ്രാഹ്മണൻ്റെ മാംസം വച്ചിട്ട് ഇത് കഴിച്ചോളൂ. നമ്മൾ എന്ത് കഴിക്കും അതല്ലേ നേദിക്കുള്ളൂ. അതുപോലെ ഈ ഘണ്ടാകർണൻ പറഞ്ഞു, ഞാൻ ഒരു മാംസം വെച്ചിട്ട് ഇത് കഴിച്ചോളൂ. ഭഗവാൻ പറഞ്ഞു, ഇത് തൊടാൻ പോലും പാടില്ലേ, എന്തായാലും നിനക്ക് വേണ്ടത് മോക്ഷമല്ലേ, കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ ആ ഘണ്ടാകർണൻ നാരായണ ജപിച്ച് മോക്ഷം പ്രാപിച്ചു. പിന്നെ ഘണ്ടാകർണൻ പേരുള്ള പിശാചൻ ആദ്യം പരമശിവഭക്തനായിരുന്നു, ശൈവനായിരുന്നു. പിന്നെ ശിവൻ്റെ അടുത്ത് ചെന്നപ്പോൾ ശിവൻ പറഞ്ഞു, മോക്ഷം വേണമെങ്കിൽ നാരായണ ജപിക്കൂ പറഞ്ഞ ശേഷം നാരായണ ജപിച്ച് ഭഗവാനെയും കണ്ടു. ഇവിടെ ഘണ്ടാകർണൻ്റെ ഗംഭീര സ്തുതിയുണ്ട്, നമ്മൾക്ക് പഠിക്കേണ്ടതാണ് ഹരിവംശ പുരാണത്തിൽ. ആ സ്തുതിയിൽ പറയുന്നു, അടുത്തവരെ ഉപദ്രവിക്കാൻ എനിക്ക് തോന്നാൻ പാടില്ലേ, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഘണ്ടാകർണൻ പ്രാപിച്ചു. അങ്ങനെ ഈ ഭേദഭാവമില്ലാതെ ഭക്തി ചെയ്യണം എന്നാണ് ഈ ദക്ഷയജ്ഞത്തിൻ്റെ സാരം. ഇത് പറഞ്ഞു കൊടുത്തത് ആരാണ്? ഏറ്റവും വലിയ കൃഷ്ണഭക്തൻ ഉദ്ധവനാണ് എനിക്ക് പറഞ്ഞു കൊടുത്തു. ശ്രുതം ഭാഗവത ശിഷ്യാത് ഉദ്ധവാൻമേ ബൃഹസ്പതേഹേ. ബൃഹസ്പതി ശിഷ്യനായ ഉദ്ധവൻ എനിക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് മൈത്രേയ മഹർഷി ഇവിടെ വിതരണത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. അതായത് നമുക്ക് നിർത്തേണ്ട സമയമായി. ഒരു ശിവൻ്റെ നാമാവലി പാടി നിർത്താം. നമ പാർവതീപതയേ ഹര ഹര മഹാദേവ
शङ्करा चन्द्रशेखरा गङ्गाधरा सुमनोहरा शङ्करा चन्द्रशेखरा गङ्गाधरा सुमनोहरा पाहि माम् अभयङ्करा मृत्युञ्जया विश्वेश्वरा पाहि माम् अभयङ्करा मृत्युञ्जया विश्वेश्वरा शङ्करा चन्द्रशेखरा गङ्गाधरा सुमनोहरा शङ्करा चन्द्रशेखरा गङ्गाधरा सुमनोहरा पाहि माम् अभयङ्करा मृत्युञ्जया विश्वेश्वरा पाहि माम् अभयङ्करा मृत्युञ्जया विश्वेश्वरा नीलकण्ठा फालनेत्रा भस्मभूषितसुन्दरा नीलकण्ठा फालनेत्रा भस्मभूषितसुन्दरा पाहि मां करुणाकरा परमेश्वरा सर्वेश्वरा पाहि मां करुणाकरा परमेश्वरा सर्वेश्वरा परमेश्वरा सर्वेश्वरा परमेश्वरा सर्वेश्वरा मृत्युञ्जया विश्वेश्वरा मृत्युञ्जया विश्वेश्वरा ഈ ദക്ഷയാഗം ആരാണ്ട് കേൾക്കുന്നുവോ അവർക്ക് എല്ലാ പാപവും നശിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദക്ഷയാഗം സമർപ്പിക്കുന്നത്.